ബയ്യർ എങ്ങനെ കിട്ടുമെന്ന് പറയുകയാണെങ്കിൽ ബയ്യർ എങ്ങനെ പറ്റിക്കാതിരിക്കണം നോക്കണം. ഓരോ മാർക്കറ്റിനും അതിൻ്റെതായ ഓരോ ടേംസ് ഉണ്ട്. ഇപ്പോൾ GCCയിലാണെങ്കിൽ കുറേ ആളുകൾ പറയുന്നത് 14 days ക്രെഡിറ്റ് തരാം, BLന്റെ കോപ്പി സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ ഇത്ര പേയ്മെൻറ്റ് തരാം, അല്ലെങ്കിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞ് ഇത്ര പൈസ തരാം, അത് കഴിഞ്ഞ് പിന്നെ വിറ്റതിന് ശേഷം വേറെ പൈസ തരാം, വിറ്റ് കഴിഞ്ഞ് കിട്ടുന്ന പൈസയിൽ നിന്ന് ലാഭം പിടിച്ചതിന് ശേഷം അവരുടെ കമ്മീഷൻ പിടിച്ചതിന് ശേഷം നമ്മുടെ പൈസ തരാം. പക്ഷെ അപ്പം ഞാൻ ചോദിക്കുന്നൊരു കാര്യമുണ്ട്, ഈ കമ്മീഷൻ പിടിക്കുമ്പോൾ നഷ്ടമാണെങ്കിൽ അതിലും കമ്മീഷൻ പിടിക്കും, അപ്പോൾ ലോസ് നമുക്കാണ്. അൾട്ടിമേറ്റ്ലി ലോസ് നമുക്ക് തന്നെയാണ് വരുന്നത്. നമ്മളൊരു ഫ്ലാറ്റ് റേറ്റിൽ ബിസിനസ് ചെയ്യാൻ ശ്രമിക്കുക. ബയ്യറോട് പറയുക, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് ഫ്ലാറ്റ് റേറ്റിലെ ബിസിനസ് പറ്റുള്ളൂ. അത് എത്രത്തോളം GCC ഉള്ള മാർക്കറ്റിൽ പറ്റുമെന്ന് എനിക്കറിയില്ല. മറ്റു മാർക്കറ്റിലുണ്ട്, എല്ലാവരും GCC മാർക്കറ്റുകൾ മാറ്റി യൂറോപ്യൻ മാർക്കറ്റുകളുണ്ട്, സിംഗപ്പൂർ ഉണ്ട്, സ്വിറ്റ്സർലൻഡ് ഉണ്ട്, ഒരുപാട് രാജ്യങ്ങളുണ്ട്. മറ്റേ US ഉണ്ട്. US ഒക്കെ വലിയ മാർക്കറ്റാണ്, 50ഓളം സ്റ്റേറ്റുകളുണ്ട്. അവിടെ ഒന്ന് എൻട്രി ആയി കിട്ടിക്കഴിഞ്ഞാൽ ഒരു ബയ്യറെ കിട്ടിയാൽ മതി. ബയ്യറെ കിട്ടാത്തതല്ല ഇവിടുത്തെ പ്രശ്നം, ബയ്യറോട് സംസാരിക്കാൻ പറ്റാത്തതാണ്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ പറയുകയാണെങ്കിൽ ബയ്യർ എന്ന് പറയുന്നൊരു വ്യക്തി നമ്മളുമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആക്ച്വലി നമ്മളുമായിട്ട് നമ്മുടെ ഒരു കുടുംബം പോലെയാണ്. അപ്പോൾ ആദ്യം ആളുമായിട്ട് ബിസിനസ് ചെയ്യുന്നതിന് മുമ്പ് അവരുമായിട്ടൊരു എമോഷണലി കണക്ഷൻ ചെയ്യണം. പ്രൊഡക്റ്റ് സെല്ല് ചെയ്യല്ല വേണ്ടത്, നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ എമോഷനാണ് സെല്ല് ചെയ്യേണ്ടത്, നമ്മുടെ ട്രസ്റ്റാണ് സെല്ല് ചെയ്യേണ്ടത്, നമ്മുടെ റിലേഷൻഷിപ്പാണ് സെല്ല് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം ബിൽഡ് ചെയ്യുക. അപ്പോൾ ആ ട്രസ്റ്റിൽ ആൾ പറയും ഓക്കെ ഞാൻ അഡ്വാൻസ് തരാം, ആൾക്ക് നമ്മൾ വിശ്വാസമായി. അപ്പോൾ അഡ്വാൻസ് ചെയ്തിട്ടുള്ള ബിസിനസ്സുകളായിരിക്കണം നമ്മൾ ഇനിയുള്ള കാലങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അങ്ങനെ അഡ്വാൻസ് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മളവരെ പറ്റിക്കാൻ പാടില്ല. എന്ത് ചെയ്യണം, ആ അഡ്വാൻസിനനുസരിച്ച് നല്ല രീതിയിൽ എന്ത് ചെയ്യണം, ക്വാളിറ്റി കൊടുക്കണം. ഇപ്പോൾ ചെറിയൊരു എമൗണ്ടിൽ അവർ നെഗോഷിയേഷൻ ഒക്കെ ചെയ്താൽ പോലും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. അങ്ങനെ ബയ്യറുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുക. പിന്നെ ഈ ബയ്യറെ കിട്ടുന്നത് എങ്ങനെയാണെന്നുള്ളത്, ബയ്യറെ കിട്ടുന്നത് ഒരുപാട് മെത്തേഡ്സ്. എല്ലാവരും പറഞ്ഞ നമ്മളിപ്പോൾ എംബസിയിൽ മെയിൽ അയക്കൂ, എക്സ്പോസിൽ വരുന്ന ആളുകളെ കോണ്ടാക്ട് ചെയ്യൂ എന്ന് പറയുന്നതിലൊക്കെ ഇതെല്ലാവരും ചെയ്യുന്ന ഒരു കോമൺ മെത്തേഡാണ്. ഈ മെത്തേഡിൽ നിന്ന് മാറ്റി നമ്മുടെ കമ്പനിക്ക് സ്വന്തമായിട്ടൊരു ബയ്യർ ഫൈൻഡിങ്ങിൻ്റെ ഒരു മെത്തേഡ് കണ്ടുപിടിച്ചേ പറ്റൂ. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണോ പ്രൊഡക്റ്റ്, ഈ പ്രൊഡക്റ്റ് ആരാണോ യൂസ് ചെയ്യുന്നത്, ഈ പ്രൊഡക്റ്റ് എവിടെയാണോ ഏത് ക്ലയൻറ്റ് ബേസ്, അതായത് ഒരു കസ്റ്റമർ സെൻട്രിക് ആയിട്ട് എവിടെയാണോ യൂസ് ചെയ്യുന്നത് ആ യൂസേജുകൾ കണ്ടെത്തുക. ഇപ്പോൾ എക്സാമ്പിൾ ആണെങ്കിൽ നമ്മുടെ ഒരു ഗാർമെൻ്റ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫുഡ് പ്രൊഡക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു കെമിക്കലാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പ്രൊഡക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഹാൻഡിക്രാഫ്റ്റ് ആണ്. ഇത് ആരാണ് യൂസ് ചെയ്യുന്നതിന് നമുക്ക് വ്യക്തമായ ഒരു ഗ്രാഹ്യം വേണം. ആരാണ് യൂസ് ചെയ്യുന്ന അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ആരാണ് അവർക്ക് സപ്ലൈ ചെയ്യണമെന്ന് അറിയാൻ പറ്റുള്ളൂ. അവരിലേക്ക് എത്തിക്കുക. അതിന് നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ കണക്ഷൻസ് വെച്ചിട്ടുള്ള ബിസിനസ്സുകളാണ് ഏറ്റവും നല്ലത്. അവിടെയുള്ള ആളുകൾ വഴി കണക്ട് ചെയ്യുക. അപ്പോൾ കണക്ട് ചെയ്യുമ്പോൾ അവർക്കും എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാകുന്ന രീതിയിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇത് ബിസിനസ്സാണ്, എല്ലാവർക്കും ഗുണമുണ്ടാവണം. ബിസിനസ്സാണ്, നോക്കിയും കണ്ടും ചെയ്യണം. ട്രസ്റ്റ് ആൻഡ് ക്വാളിറ്റി ഇത് രണ്ടും മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.